ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ അതിനപ്പുറത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള മുന്നൊരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയും വി.ഡി. സതീശന്റെ ചില നിലപാടുകളും വി.ഡി. സതീശന്റെ ഇലക്ഷൻ എഞ്ചിനീയറിംഗും വലിയ രീതിയിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഫലപ്രദമായി അല്ലെങ്കിൽ അതിന് ഗുണം ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ തന്നെയും ഏറ്റവും പ്രധാനമായി അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ ഈ അടുത്ത സമയങ്ങളിൽ വരുന്ന അപ്ഡേഷൻ അനുസരിച്ച് പല ന്യൂനപക്ഷ ക്രൈസ്തവ വോട്ടുകൾ ഈ പറയുന്ന UDF-നൊപ്പം ചേർക്കാൻ വി.ഡി. സതീശനെ കൊണ്ട് സാധിച്ചു എന്നുള്ള ഒരു അറിയിപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു റിപ്പോർട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ LDF-നൊപ്പവും BJP-ക്കൊപ്പവും ചേർന്ന് നിന്നിരുന്ന ഇത്തരത്തിലുള്ള ക്രിസ്തീയ വോട്ടുകൾ UDF-നോടൊപ്പം പോകുന്നെങ്കിൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റത്തിന് UDF-നെ സഹായിക്കില്ലേ? തീർച്ചയായിട്ടും ഹർഷ. കഴിഞ്ഞ 4.5 വർഷക്കാലം സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി നിന്നിരുന്ന ക്രൈസ്തവ വോട്ടുകൾ വലതേക്ക് ചായുന്നു. അതിന്റെ ശക്തമായ ഉദാഹരണമാണ് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതായത് 4.5 വർഷം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നടത്തിയ ഇലക്ഷൻ എഞ്ചിനീയറിംഗ്, അതായത് ന്യൂനപക്ഷ വോട്ടുകൾ ക്രോഡീകരിക്കുന്നതിൽ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ഹൈക്കമാൻഡിന് അത് നന്നായി ബോധിച്ചിരിക്കണു എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിന് അവിടെ ഒരു ഗ്രീൻ ടിക്ക് അവിടെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നും പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും സതീശന് ലഭിച്ചിരിക്കുന്നു. അതായത് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം, അതായത് ഏകദേശം 2 ദശാബ്ദ കാലമായി അകന്നു നിന്ന ക്രൈസ്തവ സഭകൾ ഒന്നടങ്കം കോൺഗ്രസിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി. CPM-നൊപ്പം നിന്ന പെന്തക്കോസ്ത് സഭാ വിഭാഗങ്ങൾ പോലും UDF-നൊപ്പം ചേർന്നതിന്റെ റിസൾട്ടാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വിജയം എന്നുള്ളതാണ് വിലയിരുത്തൽ. പലവിധ കാരണങ്ങളാൽ KPCC നേതൃത്വങ്ങളുമായി കലഹിച്ചു നിന്ന മലങ്കര ഓർത്തഡോക്സ് സഭ പരസ്യമായിട്ട് കോൺഗ്രസിനെ പിന്തുണച്ച് രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടിരുന്നു. പല നിലപാടുകളിൽ ഇന്നലെ തന്നെ അതേപോലെ ലത്തീൻ സഭയിൽ നിന്ന് ബിഷപ്പ് യൂജിൻ പെരേര ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞത്, അതായത് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് ഫലം അതായത് കൃത്യമായ അടുത്ത തെരഞ്ഞെടുപ്പ് ഇത് ആവർത്തിക്കും എന്ന തരത്തിലുള്ള സൂചിപ്പിക്കുന്നത്. സഭാ തർക്കത്തെ തുടർന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി കലഹിച്ച് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് പരസ്യ പിന്തുണ നൽകിയ സഭയുടെ ചുവടുമാറ്റമാണ് നമുക്കിവിടെ ഏറ്റവും ശ്രദ്ധേയമായി കാണുന്നത്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന മരണപ്പെട്ടു പോയ ശ്രീ ഉമ്മൻചാണ്ടിയുമായി സഭകൾക്ക് 2016 കലഹമുണ്ടായിരുന്നു. അതാണ് ആദ്യഘട്ടത്തിൽ LDF-നെ മധ്യ കേരളത്തിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ ക്രൈസ്തവ ന്യൂനപക്ഷ വോട്ടുകളെ LDF-ലേക്ക് ക്രോഡീകരിക്കാൻ കഴിഞ്ഞൊരു സാഹചര്യം. അത് 2021 അവർക്ക് ആവർത്തിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് പക്ഷേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലായിരിക്കില്ല, ഇത് വലതിനൊപ്പമായിരിക്കുമെന്നുള്ള തീർച്ച അത് വരുത്തി കഴിഞ്ഞിരിക്കുന്നു. അതായത് നമുക്കറിയാം, വി.ഡി. സതീശനെ പോലുള്ള ഒരു പ്രതിപക്ഷ നേതാവ് ക്രൈസ്തവ സഭകളുമായി നടത്തുന്ന ഒരു മതേതരത്വ സമീപനങ്ങൾ, അവരുടെ ചടങ്ങുകളിൽ പങ്കെടുക്കുക, കൺവെൻഷനിൽ പങ്കെടുക്കുക, അങ്ങനെ തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ സതീശന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഏറ്റവും ഒടുവിലായി നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടി വന്നത് സീറോ മലബാർ സഭയുടെ ആ ഒരു മാറ്റമാണ്. കാരണം BJP-യുമായി ചേർന്ന് പോകാൻ വരെ തീരുമാനിച്ചിരുന്ന, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ UDF-ൽ നിന്നും വിട്ട് LDF-ലേക്കും പിന്നീട് BJP-യിലേക്ക് ചേക്കേറാം എന്നുള്ള നീക്കം വരെ നടത്തിയിരുന്ന സീറോ മലബാർ സഭ വീണ്ടും UDF-ലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഈ ക്രിസ്തീയ വോട്ടുകളുടെ കാര്യത്തിൽ പോലും നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു. കേരള കോൺഗ്രസ് എമ്മിന്റെ ആ ഒരു ശക്തി LDF-ന് അത് വലിയ രീതിയിൽ ഗുണം ചെയ്തിരുന്നു ഇതിനു മുൻപ് വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ. പക്ഷേ ഈ തവണയുള്ള ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് വലിയ രീതിയിൽ ഇടിവ് സംഭവിക്കുന്നതും അതുകൂടി UDF-ന് നേട്ടമാകുന്നതും നമ്മൾ കണ്ടിരുന്നു എന്നുള്ളതാണ്. അതേപോലെ മറ്റൊരു കാര്യം, അതായത് പ്രധാനമായിട്ടും ക്രിസ്ത്യൻ സഭകൾ മുന്നോട്ട് വയ്ക്കുന്ന മലയോര കാർഷിക മേഖലകൾ, തീരദേശ മേഖലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇപ്പോൾ വന്യമൃഗശല്യം, തീരദേശ പ്രശ്നങ്ങൾ, ഭൂമി പ്രശ്നം, മൂലമ്പം വിഷയം, എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് ഇടയ്ക്ക് വെച്ച് ശിവൻകുട്ടിയുമായിരുന്ന ബന്ധം, ഇതിലെല്ലാം UDF ക്രിയാത്മകമായ രീതിയിലൊരു ഇടപെടൽ നടത്തിയത് കൊണ്ട് ഈ വോട്ടുകളെല്ലാം വലത്തേക്ക് ക്രോഡീകരിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായി എന്നാണ് വിലയിരുത്തൽ. അതായത് ഈ വി.ഡി. സതീശനുമായി എങ്ങനെയാണ് ഇത്തരത്തിലുള്ള അടുപ്പം ഉണ്ടാക്കിയതെന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. അത് കൃത്യമായി പറയുന്നുണ്ട്. അതായത് 250-ലകം ക്രൈസ്തവ സമ്മേളനങ്ങൾ പ്രതിപക്ഷ നേതാവ് സുവിശേഷം പ്രസംഗിച്ചത് ഗുണം ചെയ്തു എന്നാണ് വർക്കിംഗ് കമ്മിറ്റിയുടെ വിലയിരുത്തൽ. അതായത് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പോലുള്ള കൺവെൻഷനുകളിലും അവരുടെ പൊതുപരിപാടികളിലും എല്ലാം ചെന്ന് അവരിൽ ഒരാളായി നിന്നുകൊണ്ട് മതേതരത്വ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രസംഗം നടത്തുകയും ആ സമീപനം ആ സഭാ തലവന്മാരെ അധ്യക്ഷന്മാരെയും ഒക്കെ തന്നെ കോൺഗ്രസിന്റെ പാളയത്തിലേക്ക് അടുപ്പിച്ചു എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. 22 വർഷം മുമ്പ് മുഖ്യമന്ത്രി A.K. ആന്റണി ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങൾക്ക് മുറിവുണക്കാൻ സതീശൻ കഴിഞ്ഞതിന്റെ നേട്ടമാണ്
മധ്യ കേരളത്തിൽ ഉണ്ടായത് എന്ന്. അതായത് നമ്മൾ നേരത്തെ ഈ സൂചിപ്പിക്കുന്ന പറഞ്ഞ 22 വർഷങ്ങൾക്ക് മുൻപെന്ന് പറയുമ്പോൾ ഇത്രയും വർഷങ്ങളായിട്ടും UDF-നോടുള്ള ബന്ധം അവസാനിപ്പിച്ചുകൊണ്ട് മറ്റു മുന്നണികളിലേക്ക് അല്ലെങ്കിൽ LDF-ലേക്കൊക്കെ ചേക്കേറിയിരുന്ന സഭകളെയാണ് വീണ്ടും തിരിച്ച് VD സതീശനെ കൊണ്ടുവരാൻ സാധിച്ചത് എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പല നിലപാടുകളും മതേതരപരമായിട്ടുള്ള നീക്കങ്ങളും നിലപാടുകളും ഏതൊരു മതത്തെയും ഇപ്പോ നമുക്കറിയാം LDF-ന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ കുറെ നാളുകളെ നമ്മൾ കാണുന്നുണ്ട് SNDP-യും NSS-നെയും പോലെയുള്ള മതങ്ങളെ ചേർത്ത് ആ ഒരു നേരത്തെ ഹർഷ സൂചിപ്പിച്ചതുപോലെ മധ്യ കേരളത്തിൽ ഉൾപ്പെടെയുള്ള ജില്ലകൾ, അതായത് ഈ എറണാകുളം, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ശക്തി കേന്ദ്രമാണ്. മധ്യ കേരളത്തിലെ ക്രൈസ്തവ വോട്ടുകൾ ക്രോഡീകരിക്കാൻ UDF-ന് സാധിച്ചിട്ടുണ്ട്. അതിന് പുറമെ നോക്കൂ, അതായത് കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ മലയോര പ്രദേശങ്ങളിൽ UDF-ന് ഒരു തരംഗം സൃഷ്ടിക്കാൻ ഇത്തരത്തിലുള്ള VD സതീശന്റെ ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ഉപകാരപ്രദമായതാണ് വർക്കിംഗ് കമ്മിറ്റിയുടെ വിലയിരുത്തൽ. 2022 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ AK ആന്റണി എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്? ആ പരാമർശം എന്ന് പറയുന്നത് ന്യൂനപക്ഷ സമുദായങ്ങൾ തങ്ങളുടെ സംഘടന ശക്തി ഉപയോഗിച്ച് വിലപേശാമെന്നും സർക്കാരിനെ കൊണ്ട് എന്തും ജയിക്കാമെന്നുള്ള ധാരണ തിരുത്തണം. ഗൾഫ് പണമാണ് ന്യൂനപക്ഷ സമുദായങ്ങളെ സംഘടിത ശക്തിയാക്കുന്നത്. അവരുടെ നേതാക്കൾ കൂടുതൽ സമീപനം പാലിക്കണമെന്നുള്ളൊരു വിവാദ പരാമർശം, അതാണ് ഈ സഭകളെ എല്ലാം തന്നെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം നോക്കൂ, 2016 ശേഷം AK ആന്റണിക്ക് ശേഷം ഉമ്മൻചാണ്ടി വരുന്നു. ഉമ്മൻചാണ്ടിയായിട്ട് 2016 ഇടയുന്നൊരു സാഹചര്യമുണ്ട്. അതിനുശേഷമാണ് ഇത്തരത്തിൽ, അതായത് കുറെ 10 വർഷത്തിന് ശേഷം സതീശനിലൂടെ ഇത് സാധ്യമാകുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ പലർക്കും തോന്നുന്ന ഒരു സംശയം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ മുഖ്യമന്ത്രിമാരുമായി ഇടഞ്ഞു നിന്നിരുന്ന പല സഭകളെയും അല്ലെങ്കിൽ പല ഈ പറയുന്ന ക്രിസ്തീയ സംഘടനകളെയൊക്കെ ചേർത്ത് പിടിക്കാൻ അല്ലെങ്കിൽ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ VD സതീശൻ ആയെങ്കിൽ അത് യഥാർത്ഥത്തിൽ UDF-ന്റെ നേതൃത്വം പൂർണ്ണമായും സതീശനിലേക്ക് ചുരുങ്ങി പോകുന്നതായിട്ടാണ്. അല്ലല്ല, തീർച്ചയായിട്ടും ഞാൻ പറയല്ലോ, അതുകൊണ്ട് വെച്ചുകൊണ്ട് തന്നെ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പദം അവകാശപ്പെടാമെന്നുള്ളൊരു നിലയിലേക്ക് എത്താം. നോക്കൂ, അതായത് 2006 തെരഞ്ഞെടുപ്പ്, 2011 തെരഞ്ഞെടുപ്പ്, 2014 തെരഞ്ഞെടുപ്പ്, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ ന്യൂനപക്ഷ വോട്ടുകളെല്ലാം LDF-നൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെയെല്ലാം തിരിച്ചു കൊണ്ടുവരാനുള്ള കഴിഞ്ഞ ദിവസം ഉയർന്നൊരു ചർച്ച ഉണ്ടായിരുന്നു. കേരളത്തിലെ കോൺഗ്രസിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇവിടുത്തെ ക്രൈസ്തവ കാതോലിക്ക സഭകളാണെന്നുള്ളൊരു വിമർശനങ്ങൾ രൂക്ഷമായി ഉയർന്നിരുന്നു. അതായത് മേയറുമായി ബന്ധപ്പെട്ട്, അതേപോലെ ഇവിടുത്തെ MLA-മാരെ അല്ലെങ്കിൽ MP-മാരുടെ സ്ഥാനാർത്ഥി നിർണയം, അല്ലെങ്കിൽ അതേപോലെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള കാരണങ്ങൾ ഇനിയും സഭ തീരുമാനിക്കുമെന്ന തരത്തിലുള്ള വിമർശനങ്ങൾ പല കോണിൽ നിന്നും ഉയരുന്ന സാഹചര്യമുണ്ട്. ഇന്നലെ എന്താണ് VD സതീശന്റെ പത്രസമ്മേളനം മറ്റേ ഇംഗ്ലീഷ് മാധ്യമത്തിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്നത് 50% വരുന്ന യുവാക്കളെയും സ്ത്രീകളെയും ഉണ്ടാക്കിക്കൊണ്ട് കാലഹരണപ്പെട്ടു പോയ യൂത്ത് ബ്രിഗേഡ് അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം എന്നൊരു മുന്നേറ്റം, അതിൽ കൃത്യമായ കർക്കശമായ നിലപാടുകൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലായാലും യുവാക്കളെ കൈപിടിച്ചു ഉയർത്തുന്നതിലായാലും കൃത്യമായി കോറായി പ്രവർത്തിച്ചുകൊണ്ട് എല്ലാ മേഖലകളിലും തന്റെ സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട് VD സതീശൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് നടന്നു കയറുന്നതിന്റെ ഒരു സൂചന എന്നാണ് ഇത് നൽകുന്നത്. പക്ഷേ അല്ല, പല ട്രോൾ പേജുകളിലും അല്ലെങ്കിൽ പല ഈ പറയുന്ന CPM സൈബർ സഖാക്കന്മാരുടെയും ട്രോൾ പേജുകൾ നമ്മൾ കാണുന്നുണ്ട്. VD സതീശനെ വലിയ രീതിയിൽ ആക്ഷേപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു മുഖ്യമന്ത്രി പദം അല്ലെങ്കിൽ ആ ഒരു അധികാരം ലഭിക്കുമെന്നുള്ള ആത്മവിശ്വാസം അല്ലെങ്കിൽ ആ ഒരു മോഹം കൊണ്ടാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് എന്നുള്ള രീതിയിൽ. പക്ഷേ അതിനപ്പുറത്തേക്ക് VD സതീശന് പകരം മറ്റു പലരും ഇത്തരത്തിൽ കോൺഗ്രസിലുണ്ട് മുഖ്യമന്ത്രി പദം അർഹിക്കുന്നവർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ട്രോളുകൾ നമ്മൾ കാണുമ്പോഴും, ഇത്രയും നല്ല രീതിയിൽ അല്ലെങ്കിൽ ഇത്രയും കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോകുമ്പോഴും, പല ഉപതെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം നേതൃത്വം കൊടുത്തുകൊണ്ട് വിജയിപ്പിക്കുമ്പോഴും, ഇനി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ഒരു വിജയം ആവർത്തിച്ചാൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കില്ല. അതിന്റെ മാൻഡേറ്റുകളെല്ലാം തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡ് ആണ്. ഇപ്പൊ ഇത്തരത്തിൽ ഇതൊരു പ്ലസ് മാർക്കാണ്, അഡീഷണൽ മാർക്കാണ്, അതിന്റെ ഭാഗമായി നിൽക്കുന്നു. അപ്പോൾ ക്രൈസ്തവ വോട്ടുകൾ UDF-നൊപ്പം ചേർന്നു മധ്യ കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇനി UDF-ന്റെ തേരോട്ടമായിരിക്കും എന്നൊരു സന്ദേശമാണ് ഇതിലൂടെ സതീശൻ പറഞ്ഞു വെക്കുന്നത്.